നാട്ടില് ഹൈവേയുടെ ഉദ്ഘാടനമൊക്കെ നടക്കുന്നു, അതിന്റെ ഒപ്പം തന്നെ വിവാദവും നടക്കുന്നു. കാരണം സർക്കാർ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെയാണ് പ്രതിപക്ഷം നോക്കുന്നത്? ഒന്നാമത്തെ കാര്യം, അതിന്റെ ഉദ്ഘാടനത്തിന്റെ സമയമായിട്ടില്ലല്ലോ. ആ റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നവരിൽ ഒരാളാണ്. പല സ്ഥലത്തും വലിയ പ്രശ്നങ്ങളാണ്, പണി തീർന്നിട്ടില്ല. നിരവധി സ്ഥലങ്ങളിലെ കെട്ടിട നിർമ്മിതികൾ തകർന്നു വീണു. പല സ്ഥലങ്ങളിലെയും നിർമ്മിതികളെക്കുറിച്ച് ആളുകൾക്ക് ആക്ഷേപമുണ്ട്. ഒരുപാട് അപകടങ്ങളുണ്ടായി. എത്ര ശതമാനം ജോലി തീർന്നു? ഹൈവേ എന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഹൈവേയാണ്. എത്ര ശതമാനം ജോലി തീർന്നു? ജോലി തീരാതെ ഉദ്ഘാടനം വയ്ക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ്. നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കുമെങ്കിൽ അദ്ദേഹം ഇനിയും പ്രധാനമന്ത്രിയല്ലേ, കേന്ദ്ര സർക്കാർ ഉണ്ടല്ലോ, 5 കൊല്ലത്തേക്ക് എല്ലാവരും എലക്ട് ചെയ്തിരിക്കുന്നത്. അവർക്ക് അപ്പോൾ ഉദ്ഘാടനം ചെയ്താൽ പോരെ. അപ്പൊ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പൊ പാലം പണി തുടങ്ങിക്കഴിഞ്ഞാൽ പാലത്തിന്റെ 4 പില്ലർ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും പോയി ഉദ്ഘാടനം ചെയ്യോ? ഒരു റോഡ് പണി, ഒരു 5 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ റോഡിന്റെ പണി കഴിയുമ്പോൾ ഓരോ കിലോമീറ്ററും പോയി ഉദ്ഘാടനം ചെയ്യുക. അങ്ങനെ ഞങ്ങൾക്കൊന്നും ഒരു പണി ഉണ്ടാവില്ലല്ലോ വേറെ. 1 കിലോമീറ്റർ റോഡ് വെച്ചാൽ 100 മീറ്ററിന്റെ റോഡിന്റെ പണി കഴിയുമ്പോഴേക്കും അവിടെ പോയി ഉദ്ഘാടനം, അടുത്ത 100 മീറ്ററിന് വേറെ ഉദ്ഘാടനം. ഇത് എന്താണ്? ആളുകളുടെ മുന്നിൽ ദയവ് ചെയ്ത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ പരിഹാസ കഥാപാത്രങ്ങളാവുകയാണ്. മുഖ്യമന്ത്രി 3 ഉദ്ഘാടനമാണ് മറ്റേത് നടത്തിയത്. തുരങ്കപാത, ഒന്ന് സർവേ ഉദ്ഘാടനം, ഒന്ന് നിർമ്മാണ ഉദ്ഘാടനം, അത് കുഴപ്പമില്ല. രണ്ടാമത് ബ്ലാസ്റ്റിംഗ് ഉദ്ഘാടനം. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി പാറ പൊട്ടിക്കൽ ഉദ്ഘാടനം ചെയ്യുന്നത്. നിങ്ങളെല്ലാം നോക്കിക്കോ, ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പ്രസ്താവന പിൻവലിക്കാം. ബ്ലാസ്റ്റിംഗ് ഉദ്ഘാടനം ചെയ്തു ആദ്യമായിട്ടാണ്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പൊ ഇത് തീരാത്തൊരു പാതയുടെ ഉദ്ഘാടനത്തെ ചൊല്ലി ഉള്ള തർക്കമാണ് നടക്കുന്നത്. ഒരു കാര്യമില്ല ഈ തർക്കത്തിൽ. പിന്നെ ഒരു പരിപാടി ഔദ്യോഗികമായിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ട മന്ത്രിമാരും പ്രധാനപ്പെട്ട ആളുകളൊക്കെ വിളിക്കുന്നതാണ്. അത് വിളിക്കാതിരിക്കുന്നത് ഇവരുടെ വീട്ടിലെ പരിപാടിയൊന്നുമല്ല, അത് ഔദ്യോഗിക പരിപാടിയാണ്, നാട്ടുകാരുടെ കാശ് ഉപയോഗിച്ച് ചെലവ് ചെയ്യുന്നതാണ്. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, സംസ്ഥാനത്തെ പൊതുമരാമത്ത് മന്ത്രി വിളിക്കുന്ന ആ പരിപാടിക്ക് അത് വിളിക്കാതിരുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഇത് ഉദ്ഘാടനം എന്തിനാണെന്നാണ് എനിക്ക് ഇതുവരെ മനസ്സിലാകാത്തത്. ഉദ്ഘാടനം ചെയ്യാൻ സമയമായോ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, മെട്രോ റെയില് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഏകദേശം പൂർത്തിയായതാണ്, ഓൾമോസ്റ്റ്. പക്ഷെ കുറെ കൂടി ബാക്കിയുണ്ടായിരുന്നു വർക്ക്. ഉദ്ഘാടനം ചെയ്തില്ലല്ലോ. വന്നിട്ട് ശ്രീ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ പോലും വിളിക്കാതെ ഉദ്ഘാടനം ചെയ്യായിരുന്നു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത് ഈ ഹൈവേ എത്ര ശതമാനം കേരളത്തിൽ പൂർത്തിയാക്കി എന്ന് പറഞ്ഞിട്ട് വേണ്ട ഇത് ചെയ്യാൻ. അല്ലാതെ ഓരോ സ്ട്രെച്ച് ഉദ്ഘാടനം ചെയ്യോ? അങ്ങനെയാണോ ചെയ്യുന്നത്? നാഷണൽ ഹൈവേ അത് ആളുകളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള വെറും പ്രചരണങ്ങളാണ്. സമാന്തരമായി തന്നെ LDFന്റെ MLA-മാരും ഇതിപ്പോൾ ഉദ്ഘാടനത്തിൽ, മന്ത്രി വേറെ ഉദ്ഘാടനത്തിൽ, അത്തരത്തിലൊരു രാഷ്ട്രീയ അതൊക്കെ വെറുതെ ഈ BJPയും CPM-ഉം തമ്മിൽ വലിയ തർക്കമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന നാടകങ്ങളാണ്. ആ നാടകങ്ങൾക്ക് അപ്പുറം ഒന്നുമില്ല. ഉദ്ഘാടനം ചെയ്യാറായിട്ടില്ല. ഉദ്ഘാടനം ചെയ്യേണ്ടത് പണി പൂർത്തിയാക്കിയിട്ടാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്, അല്ലാതെ അല്ല ഉദ്ഘാടനം ചെയ്യുന്നത്. അല്ലെങ്കിൽ സാധാരണ നിർമ്മാണ ഉദ്ഘാടനം ചെയ്യാൻ നടന്നാണല്ലോ. ഞാൻ യാത്ര ചെയ്യുന്നതല്ലേ ഹൈവേ കൂടി, വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ പണി പൂർത്തിയായിട്ടുള്ളൂ, വളരെ കുറച്ച് സ്ഥലത്ത്. ബാക്കിയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പണി പൂർത്തിയാകാനുണ്ട്. ഭൂരിഭാഗം സ്ഥലങ്ങളിൽ പണി പൂർത്തിയാക്കിയിട്ടില്ല. അപ്പൊ ഇതെങ്ങനെ ഉദ്ഘാടനം നടത്തുന്നത്? ഇതെന്ത് പരിപാടിയത്? ഒരു കെട്ടിടം നിർമ്മിച്ച തറ കെട്ടിക്കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഉദ്ഘാടനം നടത്താൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കുക, തറ കെട്ടിക്കഴിഞ്ഞാൽ ഉദ്ഘാടനം, പിന്നെ ഇത് വാർത്ത് കഴിഞ്ഞാൽ ഭിത്തി പണിത് കഴിഞ്ഞാൽ ഉദ്ഘാടനം, പിന്നെ വാർക്കതലിന് വേറെ ഉദ്ഘാടനം. ഇതൊക്കെ ചെയ്യാൻ പറ്റും? ഇതൊക്കെ ആളുകളെ കളിയാക്കുകയാണ്. എന്തിനാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പരിഹാസ കഥാപാത്രങ്ങളാകുന്നത്? ഇപ്പൊ പ്രതിപക്ഷ നേതാവിനെതിരെ വലിയൊരു സൈബർ തരത്തിലെല്ലാം നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പൊ സ്വാഭാവികമായിട്ട് ഇനിയിപ്പോ ഒരു പക്ഷെ പ്രതീക്ഷിക്കാവുന്ന ഒന്ന് കണ്ണൂർ എയർപോർട്ടിന്റെ ഒക്കെ ഉദ്ഘാടനവും അതുമായി കണ്ണൂർ എയർപോർട്ടിന്റെ ഉദ്ഘാടനം ഒന്നല്ല നടത്തിയത്. കണ്ണൂർ എയർപോർട്ടിൽ ആദ്യം ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഒരു പറക്കലാണ് നടത്തിയത്, ഉദ്ഘാടനം അല്ല. ഉദ്ഘാടനം നടത്തിയിട്ടില്ല, കണ്ണില്ല. അതെ, പരീക്ഷണ പറക്കലാണ് നടത്തിയത്. സന്തോഷമല്ലേ പരീക്ഷ പറക്കൽ നടത്താൻ? ഉദ്ഘാടനത്തിനൊന്നും അല്ല പോയത്. ഇതുപോലെ ബ്ലാസ്റ്റിംഗ് ഉദ്ഘാടനം എന്നൊന്നും പറഞ്ഞ് അവിടെ ആരും പോയില്ലെന്ന്. പരീക്ഷണ പറക്കൽ നടത്തിയപ്പോൾ അത് ആദ്യമായിട്ട് അവിടെ ഒരു പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് കാണാനൊരു സന്തോഷം ഉണ്ടാവില്ലേ? ആദ്യമായിട്ട് അത്ര ഒരു ഉദ്ഘാടനം നടത്തിയില്ല. വേണമെങ്കിൽ ഉദ്ഘാടനം നടത്താമായിരുന്നു, ഇതുപോലെ ആയിരുന്നെങ്കിൽ. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നടത്താൻ ഇതുപോലെ തന്നെ നടത്തായിരുന്നല്ലോ. നടത്തിയില്ലല്ലോ ഉദ്ഘാടനം.
ഈ ദില്ലിയിലെത്തി പലതവണ പൊതുമരാമത്ത് മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തിയാണ്. അപ്പോഴൊക്കെ ഉപരിതലമന്ത്രിയെ കുറിച്ച് വളരെ വാചാലായവരൊക്കെ. പക്ഷേ ഇത്തരത്തിൽ ഒരു ഉദ്ഘാടന സമയത്ത് വിളിക്കാതിന് മറ്റെന്തെങ്കിലും രാഷ്ട്രീയ നീക്കം ഈ കക്ഷികൾക്കിടയിലുള്ളതായിരുന്നു? അതൊന്നും എനിക്കറിയില്ല. ഈ ഉപരിതല ഗതാഗത മന്ത്രി ഉണ്ടായിരുന്നില്ലല്ലോ ഈ പരിപാടിക്ക്. അദ്ദേഹം ഇല്ലല്ലോ, അദ്ദേഹത്തിന് കണ്ടില്ലല്ലോ ഈ പരിപാടിക്ക്. ഇവിടെ വീഴാത്ത പാലാരിവട്ടം പാലത്തിന്റെ പേരിൽ പരാതി കൊടുത്ത് ഇബ്രാഹിം കുഞ്ഞും മന്ത്രിയെ ജയിലടക്കാൻ നോക്കിയ സർക്കാരാണ്. 100-150 സ്ഥലത്ത് ഇത് പൊളിഞ്ഞു വീണു. എത്ര സ്ഥലത്ത് നിന്ന് സർക്കാരിന് പോലും അറിയില്ല. ഒരു പരാതിയും സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റിനെ കൊടുത്തിട്ടില്ലോ ഹൈവേയെ കുറിച്ചോ പരാതി കൊടുത്തിട്ടില്ല. ഒരു പരാതി. ഈ പൊളിഞ്ഞു വീണ് കഴിഞ്ഞിട്ട് നിതിൻ ഗഡ്കരിയെ കാണാൻ പോയപ്പോ ആമാടപ്പെട്ടിയായിട്ടാണ് പോയത്. സമ്മാനം പൊളിച്ചതിന് അല്ലേ പോയത്. ഇതൊക്കെ വെറും നാടകമല്ലേ, അല്ലാതൊന്നുമില്ല. ഇനിയിപ്പോ 2 ദിവസം ആഘോഷിക്കാമല്ലോ. ഭയങ്കര BJPയുമായിട്ട് ഏറ്റുമുട്ടുന്നു എന്നൊക്കെ പറയും. തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ചറാണോന്ന് പോലും അന്വേഷിക്കണം നമുക്ക്. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം കൂടിയാണ്. ഇപ്പൊ വീണ്ടും തുടർച്ചയായിട്ടുള്ള മീറ്റിംഗുകളൊക്കെ നടക്കുകയാണ്. ഇന്നിപ്പോ സ്ക്രീനിംഗ് കമ്മിറ്റി, അത് കഴിഞ്ഞിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് എവിടം വരെ എത്തി? അല്ലെ നടപടിക്രമമല്ലേ, ഞാൻ പറഞ്ഞല്ലോ നടപടിക്രമമാണ്. ആദ്യത്തെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഇന്ന് വൈകുന്നേരം നമ്മൾ കൂടുന്നേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞല്ലോ ഏത് ഘട്ടത്തിലും എപ്പോ വേണമെങ്കിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ നമ്മൾ സജ്ജരാണ്. എപ്പോ വേണമെങ്കിലും പ്രഖ്യാപിക്കാം. അപ്പോ 8-ാം തീയതി CPM പ്രഖ്യാപിക്കുന്നുണ്ട്. അവർ പ്രഖ്യാപിച്ചില്ലല്ലോ. കാരണം തെരഞ്ഞെടുപ്പിലെ ഒരു അനിശ്ചിതത്വമുണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ലോ. തെരഞ്ഞെടുപ്പിലെ ഒരു അനിശ്ചിതത്വമുണ്ട്. എപ്പോഴാണ് തെരഞ്ഞെടുപ്പെന്ന് അറിയാതെ എങ്ങനെയാണ് ഇത് പ്രഖ്യാപിക്കുന്നത്? പ്രഖ്യാപിച്ചാൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അറിയാലോ. മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എത്ര ദിവസം എന്ന് വെച്ച് ആളുകൾ ഈ കുടുംബയിൽ നിന്ന് വർക്ക് ചെയ്യും, പ്രവർത്തകർ ഉൾപ്പെടെ. സ്ഥാനാർത്ഥിയുടെ മാത്രം കാര്യമല്ലല്ലോ. അപ്പൊ എല്ലാം തയ്യാറാക്കി വയ്ക്കുക, ഉചിതമായ സമയത്ത് പ്രഖ്യാപിക്കുക. അല്ല അല്ല അല്ലല്ല അതങ്ങനെ ഒരു പ്രൊസീജിയർ അല്ലേ. സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഇതെല്ലാം ചർച്ച ചെയ്ത് നേതാക്കൾ ആദ്യം ചർച്ച ചെയ്യുക, സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ അത് കൊടുക്കുക, സ്ക്രീനിംഗ് കമ്മിറ്റി ഡോക്കറ്റായിട്ട് ഇത് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി കൊടുക്കുക, സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി അത് അംഗീകരിക്കുക. അപ്പൊ അത് 1-2 ഘട്ടമായിട്ടല്ലേ നടക്കുള്ളൂ. ഇപ്പൊ ആദ്യത്തെ ഘട്ടമാണ് ഫസ്റ്റ് CEC നടക്കാൻ പോകുന്നത്. തീർന്നില്ലെങ്കിൽ മറ്റന്നാൾ വീണ്ടും പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞത് ആർക്കിടയിൽ വലിയ തർക്കങ്ങളൊന്നും ഇല്ലെന്നാണ്. പക്ഷെ ഇന്ന് രണ്ടുപേരും, അജയ് തറയിലും മറ്റൊന്ന് ശരത്ചന്ദ്ര പ്രസാദും, അവർക്ക് അമർഷണ പ്രതിഷേധം ഉള്ള രീതിയിൽ തന്നെ മാധ്യമങ്ങളോട് പ്രതികരണം നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നിയില്ല. അവർക്ക് ആഗ്രഹം ഉണ്ടെന്നല്ലേ അവർ പറഞ്ഞു. ആഗ്രഹിക്കാൻ പാടില്ല. അല്ല അതിപ്പോ പറയേണ്ട കാര്യമില്ല. അല്ല നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു 50 മണ്ഡലങ്ങൾ വളരെ പെട്ടെന്ന് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്ന രീതിയിലുണ്ട്. രണ്ടാമത്തത് 2-ാം ഘട്ടത്തിലും ഒരു 48 മണിക്കൂർ കൊണ്ട് അതും ചെയ്യാൻ പറ്റും. അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. എത്രയോ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു. ഹൈക്കമാൻഡ് അല്ലേ അത് തീരുമാനിക്കണം. അവർ തീരുമാനിക്കട്ടെ. അവർ തീരുമാനിക്കുമ്പോൾ അത് പ്രഖ്യാപിക്കും. അതല്ല അതൊന്നുമില്ല. അതിപ്പോ ആർക്കും ആഗ്രഹിക്കാൻ പാടില്ല. നേരത്തെ MP-മാര് മത്സരിച്ചിട്ടുണ്ട്, MLA-മാര് മത്സരിച്ചിട്ടുണ്ട്. അതൊന്നും ആരും ആഗ്രഹിക്കുന്നതിലൊന്നും ഒരു തെറ്റും പറയാൻ പറ്റില്ല. പക്ഷെ പാർട്ടിയാണ് മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. പക്ഷെ ഇപ്പോൾ ഈ ലിസ്റ്റിൽ പേരുകളുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും ചില തരത്തിൽ പറയുന്നുണ്ട് MP-മാര് മത്സരിച്ചാൽ ഞങ്ങൾ പിന്മാറുന്നു തുടങ്ങിയ പ്രതികരണങ്ങളൊക്കെ. ഒന്നുമില്ല. അതൊക്കെ നിങ്ങൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്.